ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേട്ടഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ സിലബസിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സൈസ്, ഷേപ്പ് ആൻഡ് ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ഈ ഭാഗത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഭൂമിയുടെ ഏത് പാളിയാണ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നത്? ഭൂമിയുടെ ഏത് പാളിയാണ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നത്? പുറന്തോട്, മാൻഡിൽ, കോർ. ഭൂമിയുടെ പാളികളെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഈ കോർ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്നർ കോർ, ഔട്ടർ കോർ എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് കോറിന്. അപ്പോൾ ഭൂമിയുടെ ഏത് പാളിയാണ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നത്? ആൻസർ മാൻഡിൽ. ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ഭൂമിയുടെ ഫലകം: ഭൂമിയുടെ പുറന്തോട്, ഭൂമിയുടെ ആവരണം, ഭൂമിയുടെ അകക്കാമ്പ്. ക്രസ്റ്റ് ആണോ, മാൻഡിലാണോ, കോറാണോ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നത്? ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നത് ക്രസ്റ്റ് ആണ്, ഭൂമിയുടെ പുറന്തോട്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം: സോഡിയം, അലൂമിനിയം, കാൽസ്യം, ഇരുമ്പ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ പാളി പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കയും ഇരുമ്പും കൊണ്ട്, സിലിക്കയും അലൂമിനിയവും കൊണ്ട്, നിക്കലും ഇരുമ്പും, നിക്കലും അലൂമിനിയവും. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി കോറ് നിഫയാണ്. കോറിന് പറയുന്ന വേറൊരു പേര് നിഫയാണ്. കാരണം നിക്കലും ഫെറസും, നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹ മൂലകമാണ് ഓക്സിജൻ. ഇനി നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ട് പഠിക്കാം. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് ഭൂഗർഭ ശാസ്ത്രജ്ഞരും ഭൂമിശാസ്ത്രത്തിൽ പ്രത്യേക പ്രാവീണ്യം ആർജിച്ചവരും ഒക്കെ ചേർന്നാണ് പഠനം നടത്തുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ സംഭവിക്കുന്ന ഭൂരൂപ മാറ്റങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഭൂമിയുടെ ഉള്ളറയിൽ അനുഭവപ്പെടുന്ന താപം, മർദ്ദം, പുറന്തോടിന്റെ വ്യത്യസ്ത ഘടന, ഭൂകമ്പ തരംഗങ്ങളുടെ സ്വഭാവം, ഉൽക്കാവസ്തുക്കളിൽ നിന്നുള്ള തെളിവുകൾ തുടങ്ങിയവയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് വിശകലനം ചെയ്യാനുള്ള പരോക്ഷ സ്രോതസ്സുകൾ. ഭൗമോപരിതലത്തിന് തൊട്ടു താഴെയുള്ള ഭൂവൽക്കത്തിന്റെ മേൽഭാഗം മാത്രമേ നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാനും പഠിക്കാനും പറ്റിയിട്ടുള്ളൂ. കീഴ്ഭാഗം നമുക്ക് നമ്മുടെ നിരീക്ഷണത്തിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ പരോക്ഷമായി ലഭിക്കുന്ന ശാസ്ത്രീയ തെളിവുകളിലൂടെ മാത്രമേ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിൽ അനുഭവപ്പെടുന്ന താപം, മർദ്ദം, പുറന്തോടിന്റെ വ്യത്യസ്ത ഘടന, ഭൂകമ്പ തരംഗങ്ങളുടെ സ്വഭാവം, ഉൽക്കാവസ്തുക്കളിൽ നിന്നുള്ള തെളിവുകൾ തുടങ്ങിയവയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് വിശകലനം ചെയ്യാനുള്ള പരസ്യ സ്രോതസ്സുകൾ. ഭൂകമ്പ തരംഗങ്ങളുടെ സ്വഭാവം. ആദ്യമായിട്ട് നമുക്ക് ഭൂകമ്പ തരംഗങ്ങളുടെ സ്വഭാവം നോക്കാം. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികളെ രേഖപ്പെടുത്താൻ കഴിയുന്ന ഉപകരണമാണ് സീസ്മോഗ്രാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികളെ രേഖപ്പെടുത്താൻ കഴിയുന്ന ഉപകരണം സീസ്മോഗ്രാം. ഭൂകമ്പത്തെ തുടർന്ന് ചലന കേന്ദ്രത്തിൽ നിന്ന് നാനാദിശകളിലേക്കും ആഘാത തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഇവയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏറ്റവും വേഗത കൂടിയ ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ, അല്ലെങ്കിൽ പി തരംഗങ്ങൾ എന്ന് പറയും. ഇവയെ അനുദൈർഘ്യ തരംഗങ്ങൾ എന്നും വിളിക്കുന്നു. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗമാണ് മധ്യമ തരംഗങ്ങൾ, അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ. അപ്പൊ ഏറ്റവും വേഗത കൂടിയ ഭൂകമ്പ തരംഗം പ്രാഥമിക തരംഗം അല്ലെങ്കിൽ പി തരംഗം. ഇവയെ നമ്മൾ അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നു. മധ്യമ തരംഗങ്ങള് അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. തരംഗ ദിശയ്ക്ക് ലംബ ദിശയിലുള്ള ചലനങ്ങൾ സൂചിപ്പിക്കുന്ന ഭൂകമ്പ തരംഗമാണ് മധ്യമ തരംഗം.
ഇവയ്ക്ക് പി തരംഗങ്ങളുടെ പകുതി വേഗത മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗമാണ് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ എൽ തരംഗങ്ങൾ. ഏറ്റവും വേഗത കുറഞ്ഞ ഭൂകമ്പ തരംഗമാണ് പ്രതല തരംഗങ്ങൾ. അപ്പൊ പ്രാഥമിക തരംഗങ്ങൾ പി തരംഗങ്ങൾ, അവയെ നമ്മൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്നും വിളിക്കുന്നു. മധ്യമ തരംഗങ്ങൾ എസ് തരംഗങ്ങൾ, അവയെ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നും വിളിക്കുന്നു. അതുപോലെ തരംഗദിശയ്ക്ക് ലംബദിശയിലുള്ള ചലനങ്ങളാണ് മധ്യമ തരംഗങ്ങൾ. അപ്പൊ ഇവയ്ക്ക് പി തരംഗങ്ങളുടെ പകുതി വേഗത മാത്രമേ ഉള്ളൂ. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ എൽ തരംഗങ്ങൾ. അപ്പൊ പി തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ, എൽ തരംഗങ്ങൾ, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഏറ്റവും വേഗത കുറഞ്ഞ ഭൂകമ്പ തരംഗമാണ് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ എൽ തരംഗങ്ങൾ. ഇപ്പൊ ഭൂകമ്പം രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണെന്നാ പറഞ്ഞത്? സീസ്മോഗ്രാഫ് അല്ലെങ്കിൽ ഭൂകമ്പ മാപിനി. ഭൂകമ്പങ്ങളുടെ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഭൂകമ്പ മാപിനി. അപ്പൊ ഭൂകമ്പങ്ങളുടെ തോത് കണക്കാക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. ഭൂകമ്പങ്ങളുടെ തോത് കണക്കാക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയ്ക്ക് പറയുന്ന പേരാണ് സീസ്മോഗ്രാം. ഉപകരണം സീസ്മോഗ്രാഫ്, ഭൂകമ്പ മാപിനി, തോത് റിക്ടർ സ്കെയിൽ. അതേപോലെ ഗ്രാഫ്, ഇത് ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപകരണം ഭൂകമ്പ മാപിനി അല്ലെങ്കിൽ സീസ്മോഗ്രാഫ്, ഭൂകമ്പങ്ങള് അളക്കാനുള്ള ഉപകരണം. അപ്പൊ തോത്, ഇതിന്റെ തോത് എന്താണ്? റിക്ടർ സ്കെയിലാണ്. നമ്മള് മീറ്റർ ലെങ്ത് എന്നൊക്കെ പറയും പോലെ ഭൂകമ്പത്തിന്റെ തോത് റിക്ടർ സ്കെയിലാണ്. അതേപോലെ ഭൂകമ്പ തരംഗങ്ങളുടെ വിഗതികള് രേഖപ്പെടുത്തുന്ന ആ രേഖക്ക് പറയുന്ന പേര് സീസ്മോഗ്രാം. ഭൂകമ്പത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലുകള് റിക്ടറും മെർക്കലിയും. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ റിക്ടർ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ഭൂകമ്പം എന്ന അർത്ഥം വരുന്ന സീസ്മോസ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഭൂകമ്പം എന്ന അർത്ഥം വരുന്ന സീസ്മോസ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സ്ഥാനഭ്രംശം കമ്പനങ്ങൾ എന്നാണ് കേട്ടോ. കമ്പനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാകുന്നു. ഇതാണ് ഭൂകമ്പം. ഭൂകമ്പം എന്ന അർത്ഥം വരുന്ന സീസ്മോസ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന്. ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സ്ഥാനഭ്രംശം കമ്പനങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കുന്നു. അതാണ് ഭൂകമ്പം. അങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രം ഭൂകമ്പ നാഭി എന്ന് പറയുന്നു. സീസ്മിക് ഫോക്കസ്. ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രം ഭൂകമ്പ നാഭി. ഭൂകമ്പ നാഭിക്ക് നേരെ, നാഭി എന്നാണ് വന്നിട്ടുള്ളത്, ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവാണ് അതികേന്ദ്രം അല്ലെങ്കിൽ എപ്പി സെന്റർ. ഭൗമോപരിതലത്തിൽ നിന്ന് മിക്കവാറും 100 കിലോമീറ്റർ ആഴത്തിനുള്ളിലായിരിക്കും ഭൂകമ്പ നാഭി. ഭൂമിയുടെ അന്തർഭാഗത്ത് ഉയർന്ന താപനിലയിൽ വർത്തിക്കുന്ന ശിലാദ്രവമാണ് മാഗ്മ. അപ്പൊ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രം ഭൂകമ്പ നാഭി അല്ലെങ്കിൽ സീസ്മിക് ഫോക്കസ്. ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദു അതികേന്ദ്രം അല്ലെങ്കിൽ എപ്പി സെന്റർ. ഭൂമിയുടെ അന്തർഭാഗത്ത് ഉയർന്ന താപനിലയിൽ വർത്തിക്കുന്ന ശിലാദ്രവമാണ് മാഗ്മ. ഭൗമാന്തർ ഭാഗത്ത് മർദ്ദം കൂടുന്നത് വഴി ഭൂവൽക്കത്തിലെ ദുർബലമേറിയ ഭാഗങ്ങളിൽ കൂടി ശിലാദ്രവമായ മാഗ്മ പുറത്തു വരുന്നതാണ് അഗ്നിപർവ്വത സ്ഫോടനം. ഇപ്പൊ ഭൂകമ്പങ്ങളൊക്കെ വൻതോതിൽ നടക്കുന്ന മേഖല ഡിസ്ട്രക്റ്റീവ് മാർജിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ അഗ്നിപർവ്വതം ഉണ്ടാകുന്നത് മാഗ്മ പുറത്തേക്ക് വന്നിട്ടാണ്. എങ്ങനെയാണ് മാഗ്മ പുറത്തേക്ക് വരുന്നത്? ഭൗമാന്തർ ഭാഗത്തെ മർദ്ദം കൂടുന്നത് വഴി ഭൂവൽക്കത്തിലെ ദുർബലമേറിയ ഭാഗങ്ങളിൽ കൂടി ശിലാദ്രവമായ മാഗ്മ പുറത്തു വരുന്നു. അങ്ങനെ ഭൂകമ്പങ്ങൾ വൻതോതിൽ നടക്കുന്ന ആ മേഖലയ്ക്ക് പറയുന്ന പേരാണ്
ഡിസ്ട്രക്റ്റീവ് മാർജിൻ. ഇനി ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഭൂവൽക്കം, ക്രസ്റ്റ്, ബഹിരാവരണം, മാൻഡിൽ, അകക്കാമ്പ്, കോർ. ഇവയാണ് ഭൂമിയുടെ ഉള്ളറയിലെ 3 മണ്ഡലങ്ങൾ. അപ്പൊ ഭൂവൽക്കത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം. ഭൂവൽക്കം, ക്രസ്റ്റ്. ഭൂമിയുടെ പുറന്തോടാണ് ഭൂവൽക്കം. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ പുറംഭാഗവും ഒക്കെ ആ കൂടിയ ഒരു ഭാഗമാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ കാണപ്പെടുന്ന മണ്ഡലമാണ് ഭൂവൽക്കം. ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന മണ്ഡലം ഭൂവൽക്കം. കരമണ്ഡലത്തിലെ അന്തർപാളിയിൽ സിലിക്കേറ്റിന്റെ സാന്നിധ്യം കൂടുതൽ കാണപ്പെടുന്നതിനാൽ ബാഹ്യ സിലിക്കേറ്റ് പാളി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം എന്നിങ്ങനെ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം എന്നിങ്ങനെ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഭൂവൽക്കത്തിൽ അലൂമിനിയം, സിലിക്കൺ എന്നിവ കൊണ്ട് നിർമ്മിതമായ ഭൂഖണ്ഡങ്ങളുടെ മുകൾ ഭാഗം സിയാൽ, അതായത് സിലിക്കൺ പ്ലസ് അലൂമിനിയം, Si+Al, സിയാൽ. ഏതാണ്? ഭൂവൽക്കത്തിൽ അലൂമിനിയവും സിലിക്കണും കൊണ്ട് നിർമ്മിതമായ ഭൂഖണ്ഡങ്ങളുടെ മുകൾ ഭാഗം സിയാൽ എന്നറിയപ്പെടുന്നു. അപ്പൊ അതിന് താഴെയുള്ള ഭാഗം സിമ എന്നാണ് അറിയപ്പെടുന്നത്. സിലിക്കണും മാഗ്നീഷ്യവും കൊണ്ട് നിർമ്മിതമായത് SiMg. ഭൂവൽക്കത്തിൽ സിയാലിന് താഴെ കാണപ്പെടുന്ന കടൽത്തറ ഭാഗങ്ങളാണ് സിമ. നമ്മൾ സിമ, മാഗ്നീഷ്യം. ഭൂവൽക്കത്തിൽ സിയാലിന് താഴെ കാണപ്പെടുന്ന കടൽ തറകളാണ് സിമ. വൻകര ഭാഗത്തും കടൽത്തറ ഭാഗത്തും കാണുന്ന പ്രധാന മൂലകം സിലിക്കൺ. കാരണം സിയാലും സിമയും രണ്ടിലും കാണപ്പെടുന്ന പ്രധാന മൂലകം ഏതാണ്? സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയാണ്. അപ്പൊ അതേപോലെ വൻകര ഭാഗത്തും കടൽത്തറ ഭാഗത്തും കാണപ്പെടുന്ന പ്രധാന മൂലകം സിലിക്കൺ ആണ്. ഭൂവൽക്കത്തിന്റെ അതിർവരമ്പിനെ മോഹോറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നു. ഭൂവൽക്കത്തിന്റെ അതിർവരമ്പാണ് മോഹോറോവിസിക് വിച്ഛിന്നത എന്ന് അറിയപ്പെടുന്നത്. കടൽത്തറകളെ അപേക്ഷിച്ച് വൻകര ഭാഗത്തിന് സാന്ദ്രത കുറവാണ്. കടൽത്തറകളെ അപേക്ഷിച്ച് വൻകര ഭാഗത്തിന് സാന്ദ്രത കുറവാണ്. ഇനി നമുക്ക് ബഹിരാവരണം, മാൻഡിലിനെ കുറിച്ചിട്ട് പഠിക്കാം. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ പാളിയാണ് ബഹിരാവരണം അല്ലെങ്കിൽ മാൻഡിൽ. മാൻഡിലിന് ഏകദേശം 2900 കിലോമീറ്റർ ആഴമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് 2900 കിലോമീറ്റർ ആഴമുള്ള പാളി. അത് മാൻഡിലാണ്. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ 16% മാൻഡിൽ. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ 16% മാൻഡിൽ. ഏകദേശം 100 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള കട്ടി കൂടുതലുള്ള ഭാഗത്തിനെ എസ്തെനോസ്ഫിയർ എന്ന് പറയുന്നു. ഏകദേശം 100 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള കട്ടി കൂടുതലുള്ള ഭാഗത്തിനെ എസ്തെനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. മാൻഡിലിന്റെ താഴത്തെ അതിർവരമ്പിനെ നമ്മൾ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നു. അപ്പൊ ഭൂവൽക്കത്തിന്റെ അതിർവരമ്പിനെ നമ്മൾ മോഹോറോവിസിക് വിച്ഛിന്നത എന്ന് പറഞ്ഞു. മാൻഡിലിന്റെ താഴത്തെ അതിർവരമ്പിനെ നമ്മൾ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ പാളിയാണ് മാൻഡിൽ. ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ താഴ്ചയിൽ കാണപ്പെടുന്നു. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ 16%മാണിത്. ഏകദേശം 100 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള കട്ടി കൂടുതലുള്ള ഭാഗത്തിനെ നമ്മൾ എസ്തെനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അകക്കാമ്പ്. മാൻഡിലിന് തൊട്ടു താഴെയായി ഏറ്റവും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് അകക്കാമ്പ്. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ 83%മാണ് അകക്കാമ്പ്. മാൻഡിലിന്റെ തൊട്ടു താഴെയായി ഏറ്റവും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് അകക്കാമ്പ്. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ 83% അകക്കാമ്പാണ്. ബാഹ്യലോക അകക്കാമ്പ്.
നമ്മൾ ഇന്നർ കോറും ഉണ്ട് ഔട്ടർ കോറും ഉണ്ടെന്ന് പറഞ്ഞു. ബാഹ്യലോഹ അകക്കാമ്പ് ഏകദേശം 2900 മുതൽ 4980 കിലോമീറ്റർ വരെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ബാഹ്യലോഹ അകക്കാമ്പിൽ നിക്കലും ഇരുമ്പിന്റെ അംശവും അടങ്ങിയിരിക്കുന്ന മേഖല നിഫെ എന്നറിയപ്പെടുന്നു. നിക്കലും ഇരുമ്പിന്റെ അംശവും അടങ്ങിയിരിക്കുന്ന മേഖല നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് കോറ് തന്നാൽ അത് എഴുതാം, അല്ലെങ്കിൽ ബാഹ്യലോഹ അകക്കാമ്പാണ്. അപ്പോൾ ഏകദേശം 2900 മുതൽ 4980 കിലോമീറ്റർ വരെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ബാഹ്യലോഹ അകക്കാമ്പിൽ നിക്കലും ഇരുമ്പിന്റെ അംശവും അടങ്ങിയ മേഖല നിഫെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ചൂടില് ശിലാവസ്തുക്കള് ദ്രവരൂപത്തിലോ പ്ലാസ്റ്റിക്കിന്റെ പോലെയൊക്കെയാണ് കാണപ്പെടുന്നത്. കാരണം അത്രയ്ക്കും ചൂടാണ്. അന്തർലോഹ അകക്കാമ്പ് 4980 കിലോമീറ്റർ മുതൽ 6400 കിലോമീറ്റർ വരെ താഴ്ചയില് ഭൂമിയുടെ കേന്ദ്രസ്ഥാനം വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മുകളിൽ നിന്നുള്ള അധിക മർദ്ദം മൂലം ഈ ഭാഗം ഉറപ്പുള്ള കര സ്വഭാവമാണുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബാഹ്യ ലോഹ അകക്കാമ്പ് എങ്ങനെയാണ്, ദ്രവരൂപത്തിലോ പ്ലാസ്റ്റിക് പരുവത്തിലോ ഒക്കെ ആണെന്ന് പറഞ്ഞു. എന്നാൽ അന്തർലോഹ അകക്കാമ്പ് ഖരരൂപത്തിലാണ് കാണപ്പെടുന്നത്. കാരണം മുകളിൽ നിന്നുള്ള മർദ്ദം കാരണം. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.